നിങ്ങൾ അർച്ചന കഴിക്കാറില്ലേ? ഇവിടെ വിളക്കർച്ചന ചെയ്യാറില്ലേ? സഹസ്രനാമം വെച്ചാണോ അതോ അഷ്ടോത്തരാണോ? സഹസ്രനാമം തന്നെ, ലളിതാ സഹസ്രനാമം, നാമാവലി ഏറ്റവും നല്ലതാ. നിങ്ങളുടെ ശ്രീരാമചന്ദ്രനോട് ചേർന്ന് തന്നെ മുന്നിലാരാ? കൈകൂപ്പി ഹനുമാൻ സ്വാമി, അപ്പുറം തന്നെ ദുർഗ. ഇതാണ് വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. കാരണം ശ്രീരാമചന്ദ്ര സ്വാമി ധർമ്മത്തിലൂന്നി നിൽക്കുക. ധർമ്മത്തിനെ കുറിച്ച്, സത്യത്തിനെ കുറിച്ച് നമ്മളോട് ഇത്രയും പറയുന്ന ഒരു അവതാരം അത് ശ്രീരാമനാണ്. ഈ ശ്രീരാമചന്ദ്ര സ്വാമി ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മോട് കുടുംബജീവിതം ഇങ്ങനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എങ്ങനെ വേണം? ശ്രീരാമചന്ദ്രൻ്റെ ജീവിതം നോക്കൂ. പിതൃഭക്തി അല്ലെ? അച്ഛന് വേണ്ടി, ദശരഥ മഹാരാജാവിന് വേണ്ടിയാണ് ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ചത്. ത്യജിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന അവതാരമാണ് ശ്രീരാമചന്ദ്രൻ. എന്തൊക്കെ ത്യജിച്ചു നോക്കൂ. ജനിച്ച് കുറച്ച് കഴിഞ്ഞു, കുട്ടികളായിരുന്നു. അപ്പോഴേക്കേ വന്ന് ആര് കൊണ്ടുപോയി? അച്ഛൻ്റെ കൂടെ ഒന്നും താമസിക്കേണ്ട, കടലിലേക്ക് വരൂ എന്ന് പറഞ്ഞു കൊണ്ടുപോയില്ലേ? അവിടെ എത്തിയപ്പോഴേക്കേ താടകയൊക്കെ വധിച്ചു. ആദ്യം തന്നെ കൊല്ലണത് ലേഡീസ് ഫസ്റ്റ്, താടകേനെയാണ് അത്ര. പിന്നെ എന്താ ഉണ്ടായത്? അവിടുന്ന് എല്ലാ ഉപദേശവും കൊടുത്ത് തിരിച്ചു വരും വഴിക്ക് കല്യാണവും കഴിച്ചു ഇല്ലേ? കല്യാണം കഴിഞ്ഞിട്ടാ പിന്നെ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നു നോക്കിയപ്പോഴും 6 മാസം താമസിച്ചപ്പോഴേക്ക് അമ്മ പറഞ്ഞു, എന്താ എൻ്റെ മകന് രാജ്യം വേണം. അതിനെന്തായി? കുശുമ്പായി, പോരായി. അപ്പോഴേക്കും അവിടെ ഒരു മന്ദര വന്നു. ഇതൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലും കാണാം. എന്നിട്ട് എന്ത് പറഞ്ഞു? എൻ്റെ മോനായ ഭരതനെ അഭിഷേകം ചെയ്യണം. ഭഗവാൻ അതറിഞ്ഞപ്പോൾ സന്തോഷിച്ചു അത്രേ. നമ്മളാണെങ്കിലോ നമ്മുടെ വീട്ടിൽ ഒരു ഭാഗം അങ്ങോട്ട് വെക്കുകയാണ്. ആർക്കാ കൂടുതൽ കൊടുക്കേണ്ട? ചെറിയ കുട്ടിക്കാ വീട്, നല്ല വീടാണ്. അപ്പോൾ മൂത്ത മകന് തോന്നുക, ഓ ഞാനല്ലേ ഇതിന് പകുതി പണി ചെയ്ത് എനിക്ക് കിട്ടണം. അവിടെ സ്പർദ്ധയായില്ലേ? ഇവിടെ എന്താ പറയുന്നത്? സന്തോഷത്തോടു കൂടി കരുണാമയനായ ശ്രീരാമചന്ദ്രൻ നിങ്ങൾ എടുത്തോ, എനിക്ക് വേണ്ട. അമ്മയോട് എന്താ പറഞ്ഞേ? അമ്മയാണ് എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ശരിക്കും ദുഷ്ടയാണ് എന്ന് നമ്മളാണെങ്കിൽ വിചാരിക്കുക. കാരണം എനിക്ക് ഈ മുൾക്കിരീടമായ രാജ്യഭാരം തരാതെ എന്ത് ചെയ്തു? എനിക്ക് കാനനവാസം, കല്യാണം കഴിഞ്ഞ 6 മാസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ ആഗ്രഹിക്കുക? ഒരു ഹണിമൂണ് പോകണം അല്ലേ? ഒരുപാട് ട്രിപ്പുകൾ പോകുന്നുണ്ട് ഇപ്പോഴത്തെ തലമുറ. അവരെ എങ്ങടാ പോയി? ഇപ്പോഴും നമ്മുടെ കുട്ടികളും കാടും മേടും ഒക്കെ തേടി തന്നെ പോണത്. ഇവരും എങ്ങോട്ടാ പോയത്? വനവാസത്തിന് പോയിക്കോളൂ. ആരെയും കൂടെ കൊണ്ടുപോയിക്കോളൂ? സീതാദേവിയെയും കൊണ്ടുപോയിക്കോളൂ. ഭാര്യയും ഭർത്താവും കൂടി. ഇനി പേടിക്ക് ആരെ കൊണ്ടുപോവാ? ലക്ഷ്മണനെയും കൊടുത്തു. ലക്ഷ്മണനും കൂടെ പോയി. എങ്ങനെയല്ലേ പോകുന്നത്? ഇതിലും വലിയൊരു സന്തോഷം എന്താ? ഇപ്പോൾ രാജ്യഭാരം, മന്ത്രി കസേരയിലിരുന്ന വല്ല സമാധാനം ഉണ്ടോ? ഓരോ പൊസിഷനിൽ ഇരിക്കുന്നവരോട് ചോദിക്കണം അവരുടെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ. യാതൊരു വിധ പ്രാരാബ്ധവും ഇല്ലാതെ ഈശ്വര കഥകൾ അങ്ങനെ കേട്ട് സന്തോഷത്തോടു കൂടി ഒരു ക്ഷേത്രാങ്കണത്തിൽ വന്നിരിക്കുക.